നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അപ്പോൾ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു നോക്കാം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണേ. നമ്മളെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്ന വഴിക്ക് ഇതുണ്ടോ, നിറയെ കടകളാണ്. നമ്മൾ വാഗമണ്ണിലൊക്കെ ഏത് സ്പോട്ട് പോയാലും ഇങ്ങനെ ഒരുപാട് കടകൾ കാണാൻ കഴിയും. ബാഗുകളും അതേപോലെ തന്നെ ചോക്ലേറ്റുകളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതൊക്കെ അധികവും ഇവരുടെ ഓൺ മെയ്ഡ് സാധനങ്ങളാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് എഴുതി വെച്ചാൽ മനസ്സിലായോ? ഇത് ഓരോ ജന്മനക്ഷത്രക്കാരുടെയും മരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കടന്നിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുട്ടികൾ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ സ്കൂളിലത്തെ കുട്ടികൾ ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യ നിർമ്മിത പൈൻ മരങ്ങളുടെ കാടാണ്. ശാന്തമായ അന്തരീക്ഷവും അതുപോലെ തന്നെ നേരിയ കാറ്റും ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഒരുപാട് സിനിമാ ഗാന ചിത്രീകരണങ്ങളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഇവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നല്ല കിടില സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ്. നമുക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് കയറാനേ 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. എൻ്റെ കൂടെ കുറേ പേരുണ്ട്, അവരൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നതാണ്. എന്താല്ലേ, അടിപൊളിയല്ലേ? നല്ല കാറ്റും കിടിലും കാഴ്ചകളും. ഈ പൈൻ മരങ്ങളുടെ നടുവിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്. ഇതൊരു ചെരിഞ്ഞ പ്രദേശമാണ്. ഇതിന് താഴെ നമുക്ക് നടക്കാനായിട്ട് നല്ല നടപ്പാത ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നടക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ഇതിൽ നടക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വാഗമണ്ണിലെ കാഴ്ചകളാണ്. ഇതിനു മുമ്പ് ഞാനൊരു 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാഗമണ്ണിലെ കാഴ്ചകൾ. അപ്പോൾ കാണാത്തവർ ആക്കൊന്ന് കയറി കണ്ടോളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കുകയും ചെയ്യേണ്ട. വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിലോട്ട് നമുക്ക് എത്തിപ്പെടാനേ ബസ് ഗതാഗതം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വാഗമൺ ടൗണിൽ ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷയോ ടാക്സിയോ വിളിക്കുക. ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടും പോകാനായിട്ട് കഴിയും. അവരൊരു ദിവസവാടകയോ അല്ലെങ്കിൽ എല്ലായിടത്തും കറങ്ങിക്കൊണ്ട് തിരിച്ചു കൊണ്ടിരുന്നതിന് ഇത്ര ചാർജ് എന്നൊക്കെ പറയായിരിക്കും സാധ്യത. അപ്പോൾ നമുക്ക് വാഗമണ്ണിൽ പോയി കഴിഞ്ഞാൽ അത് മാത്രമാണ് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള മാർഗ്ഗം. ഇത് കണ്ടോ, നല്ല രസമുണ്ട് ഈ പൈൻ മരത്തിൻ്റെ ഇത് കാണാൻ കേട്ടോ. വാഗമൺ സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. അത്രയ്ക്ക് മനോഹരമാണ്, അത്രയ്ക്ക് നല്ലൊരു കാലാവസ്ഥയുമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഇത് പൈൻ ഫോറസ്റ്റിലോട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പേ ആൻഡ് പാർക്കിംഗ് ആണ്, പൈസ വരും. നമ്മുടെ വണ്ടിക്ക് 60 രൂപയാണ് ചാർജ് വന്നത് പാർക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ യാത്രയിലെ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഈ മുട്ടക്കുന്നിനും പൈൻ ഫോറസ്റ്റിനും ഇടയ്ക്കാണ് തങ്ങൾപ്പാറ വ്യൂ പോയിൻ്റ് ഉള്ളത്. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അവിടേക്ക് റോഡ് പണി നടക്കുകയാണ്, പിന്നെ കുറേ നടക്കണം. അതുകൊണ്ട് ഞങ്ങൾ തങ്ങൾപ്പാറ വ്യൂ പോയിൻ്റ് ഒഴിവാക്കി. നമ്മളുടെ വാഗമൺ യാത്ര തുടരുകയാണ്. പുതിയൊരു സ്ഥലം തേടി, പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയും വരുന്നത് ഇതിലും മനോഹരമായ മറ്റൊരിടം.